മൊബൈലിലെ ഒരു പരാതി രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് കെയർ പോർട്ടലിൽ. അത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു QR കോഡ് ഉണ്ട്. ആ QR കോഡിൽ നമ്മളുടെ ഡീറ്റെയിൽസ്, ഫോണിന്റെ ഡീറ്റെയിൽസും സിമ്മിന്റെ ഡീറ്റെയിൽസും അടിച്ചു കൊടുക്കും. നമുക്ക് ഒരു ആൾട്ടർനേറ്റീവ് നമ്പർ, ആരെങ്കിലും നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും ഈ ഫോണ് ട്രൈസർ ആവുകയാണെങ്കിൽ നമുക്ക് അത് വേറെ ഏതെങ്കിലും സിം ഇട്ടിട്ട് ആരെയും യൂസ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് നമുക്ക് ഇൻഫർമേഷൻ തരും. അതേസമയം പോലീസ് സ്റ്റേഷനിലും അതേസമയം ഈ ആൾട്ടർനേറ്റീവ് നമ്പർ കൊടുത്ത ആ നമ്പറിലേക്കും ഇൻഫർമേഷൻ തരും. പിന്നെ നഷ്ടപ്പെട്ട മൊബൈൽ ഫോണുകൾ വീണ്ടെടുത്തു നൽകി പോലീസ്. വിവിധ സമയങ്ങളിലും വിവിധ സ്ഥലങ്ങളിലും നഷ്ടമായിരുന്ന ഫോണുകളാണ് പോലീസിന്റെ ഇടപെടലിലൂടെ തിരിച്ചുകിട്ടിയത്. ഇതിന് സഹായകമായത് ഫോൺ നഷ്ടമായാൽ രജിസ്റ്റർ ചെയ്യേണ്ട കേന്ദ്ര സർക്കാരിന്റെ സൈറ്റിൽ. പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് നഷ്ടമായ 13 ഫോണുകളാണ് പോലീസ് വീണ്ടെടുത്തത്. ഇതിൽ മോഷ്ടിക്കപ്പെട്ടതും നഷ്ടപ്പെട്ടതുമായ ഫോണുകൾ ഉണ്ടായിരുന്നു. നഷ്ടപ്പെട്ട ആൾക്ക് നേരിട്ട് പോർട്ടലിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യാൻ കഴിയും. സോ അതിനെ തുടർന്ന് അതിനോടൊപ്പം തന്നെ ഈ ഡിവൈസ് എന്ത് ചെയ്യുന്നു, ബട്ടൺ ബ്ലോക്ക് ചെയ്യും. ആ ഡിവൈസിൽ പുതിയൊരു സിം ഉപയോഗിച്ചാൽ, വേറെ സർവീസ് പ്രൊവൈഡറിന്റെ പുതിയൊരു സിം ഉപയോഗിച്ചാൽ അപ്പോൾ തന്നെ കൺസേൺഡ് പാർട്ടിക്ക് മെസ്സേജ് പോയി ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷൻ അറിയിച്ചു കഴിഞ്ഞാൽ അത് ട്രാക്ക് ചെയ്ത് നമുക്ക് അവരെ വിളിച്ചിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ കഴിയും. അങ്ങനെ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ PRO ഫസലിന്റെ നേതൃത്വത്തിൽ 13 ഫോണുകളാണ് നമുക്ക് തിരുവങ്ങാടി പോലീസ് സ്റ്റേഷൻ രജിസ്റ്റർ ചെയ്തിട്ടുള്ള PA പോർട്ടൽ രജിസ്റ്റർ ചെയ്ത് 13 ഫോണുകളാണ് കണ്ടെത്താൻ കഴിഞ്ഞത്. അതിന്റെ ചടങ്ങ്, അവർക്ക് വിതരണം ചെയ്യുന്ന ചടങ്ങാണ് ഇന്ന് ബഹുമാനപ്പെട്ട താനൂർ DSP സാറ് സോമകുമാർ സാർ നിർവഹിക്കുന്നത്. അതിന് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. മൊബൈൽ ഫോണ് ഏറ്റുവാങ്ങുന്നതിനായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ ക്ഷണിച്ചോളൂ. പോലീസ് സ്റ്റേഷനിൽ കൂടിയവരൊക്കെ വളരെയധികം സന്തോഷത്തിലിരിക്കുന്ന ഒരു സമയമാണ്. കാരണം അവനിൽ നിന്ന് നഷ്ടപ്പെട്ട മൊബൈൽ എന്ന് പറഞ്ഞാൽ ഒരു ജീവിതത്തിന്റെ ഒരു ഭാഗമായി, ഒരു നമ്മുടെ ശരീരത്തിന്റെ ഒരു അവയവമാരിയാണ് ഇപ്പോൾ എല്ലാവർക്കും മൊബൈലുള്ളത്. നഷ്ടപ്പെട്ടു, പല കാരണങ്ങളെ കൊണ്ട് നഷ്ടപ്പെടുന്ന, ചിലപ്പോൾ നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് നഷ്ടപ്പെടാം, അല്ലെങ്കിൽ നമ്മളെടുത്ത് അപഹരിച്ചു പോയിട്ടുണ്ടാവാം. അങ്ങനെ പല രീതിയിൽ നഷ്ടപ്പെട്ട ഫോണുകൾ തിരിച്ചെടുക്കുക എന്നുള്ളതൊരു ഭയങ്കര ടാസ്ക്കാണ്. അപ്പൊ അതിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നഷ്ടപ്പെട്ട മൊബൈലിലെ ഒരു പരാതി രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് കെയർ പോർട്ടലിൽ. അത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു QR കോഡ് ഉണ്ട്. ആ QR കോഡിൽ നമ്മളുടെ ഡീറ്റെയിൽസ്, ഫോണിന്റെ ഡീറ്റെയിൽസും സിമ്മിന്റെ ഡീറ്റെയിൽസും അടിച്ചു കൊടുക്കും. നമുക്ക് ഒരു ആൾട്ടർനേറ്റീവ് നമ്പർ, ഏതെങ്കിലും വീട്ടിലത്തെ ഇപ്പോൾ ഏട്ടന്റെ, അനിയന്റെ, അച്ഛന്റെയോ അമ്മയുടെ, ഭർത്താവിന്റെയോ ഭാര്യയുടെയോ ആരെങ്കിലും നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും ഈ ഫോണ് ട്രൈസർ ആവുകയാണെങ്കിൽ നമുക്ക് അത് വേറെ ഏതെങ്കിലും സിം ഇട്ടിട്ട് ആരെയും യൂസ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് നമുക്ക് ഇൻഫർമേഷൻ തരും. അതേസമയം പോലീസ് സ്റ്റേഷനിലും അതേസമയം ഈ ആൾട്ടർനേറ്റീവ് നമ്പർ കൊടുത്ത ആ നമ്പറിലേക്കും ഇൻഫർമേഷൻ തരും. പിന്നെ നമുക്ക് തേടി പിടിക്കേണ്ട കാര്യമുള്ളൂ. തിരുവങ്ങാടി പോലീസ് സ്റ്റേഷനിലെ ഫസൽ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുത്തിട്ട് ഇത്രയും ഫോണുകൾ, ഒരു മാസത്തിനുള്ളിൽ ഇത്രയും ഫോണുകൾ ട്രൈസ് ചെയ്തിട്ട് കണ്ടെത്തിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരു പോലീസിന്റെ ഒരു അഭിമാനപരമായ കാര്യം തന്നെയാണ്. ഈ തിരുവങ്ങാടി പോലീസിനെ അഭിനന്ദിക്കാനും ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. അതേപോലെ തന്നെ ഇത് നഷ്ടപ്പെട്ടവരെ കൂടുതൽ ആളുകളിലേക്ക് മെസ്സേജ് പാസ് ചെയ്യുക, ഈ മെസ്സേജ് പാസ് ചെയ്യുക. നഷ്ടപ്പെട്ട പോലീസ് പിടിച്ചു തരും എന്നുള്ള മെസ്സേജ് അല്ല, നഷ്ടപ്പെടാതിരിക്കാനുള്ള മെസ്സേജ്, അതായത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള മെസ്സേജുകളും കൂടി ഒപ്പം പാസ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ CEIR എന്ന സൈറ്റിൽ രജിസ്റ്റർ ചെയ്തതാണ് ഇവരുടെ ഫോണുകൾ തിരിച്ചുകിട്ടാൻ കാരണമായത്. ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്താൽ പിന്നീട് ഈ ഫോൺ ആരെങ്കിലും ഉപയോഗിച്ചാൽ ഇത് സംബന്ധമായി വിവരങ്ങൾ അതത് പോലീസ് സ്റ്റേഷനിലും രജിസ്റ്റർ ചെയ്ത വ്യക്തിക്കും ലഭിക്കും. ഇതിലൂടെ ഫോൺ ഉപയോഗിക്കുന്ന ആളെയും കണ്ടെത്താനാകും. തിരൂരങ്ങാടിയിൽ ഇത്തരത്തിൽ ഫോൺ നഷ്ടപ്പെട്ടവരെ കൊണ്ട് PRO P ഫസൽ രജിസ്റ്റർ ചെയ്യിപ്പിച്ചിരുന്നു. ഇദ്ദേഹം ഇതിനെ പിന്തുടർന്നതിനെ തുടർന്നാണ് ഫോണുകൾ കണ്ടെത്താനായത്. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ഫോൺ ഉൾപ്പെടെ തിരിച്ചുകിട്ടിയതിലുണ്ട്. വൻ വില വരുന്ന ഫോണുകളും തിരിച്ചുകിട്ടിയവയിലുണ്ട്. പോലീസ് സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ ഉടമകൾക്ക് ഫോണുകൾ കൈമാറി. താനൂർ DYSP PM ഗോപകുമാർ വിതരണം ചെയ്തു. ഇൻസ്പെക്ടർ S അനീഷ്, SI A വിൻസെന്റ്, ASIമാരായ സുബൈർ, സലീഷ്, PRO P ഫസൽ തുടങ്ങിയവർ പങ്കെടുത്തു. ഫോണുകൾ നഷ്ടപ്പെട്ടാൽ ഉടൻ CEIR എന്ന സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് ഇൻസ്പെക്ടർ S അനീഷ് പറഞ്ഞു. പോലീസ് സ്റ്റേഷനിലോ അക്ഷയ സെന്ററിലോ രജിസ്റ്റർ ചെയ്യാം. ന്യൂസ് ഡെസ്ക്, തിരൂരങ്ങാടി ടുഡേ. 40 വർഷങ്ങൾ മിനുക്കിയ പാരമ്പര്യത്തിന്റെ തിലക്കം തൂബ ജ്വല്ലറി, മെയിൻ റോഡ്, ചെമ്മാട്.